കേരളത്തിലെ SIR കരട് പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് രേഖകൾ സമർപ്പിക്കാൻ 2 ആഴ്ച കൂടി സുപ്രീം കോടതി സമയം അനുവദിച്ചു. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി നിർദ്ദേശം നൽകി. കരട് പട്ടികയിൽ നിന്നും പുറത്തായവരുടെ പേര് വിവരം തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കുവാനും കോടതി നിർദ്ദേശം നൽകി. ധനുസുമോദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ധനുസുമോദ്, കോടതി ഏത് തരത്തിലുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്? അജി കുഞ്ഞുമോൻ, ഇപ്പോൾ നേരത്തെ സുപ്രീം കോടതി ബീഹാർ കേസ് പരിഗണിച്ചപ്പോൾ അന്നത്തെ ഹർജിക്കാർക്ക് നൽകിയിരിക്കുന്ന അതേ പരിഗണന തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നൽകിയിരിക്കുന്നത്. അതായത് അന്ന് അവർ ചൂണ്ടിക്കാണിച്ചത് ഈ ആരൊക്കെയാണ് ഈ കരട് പട്ടികയിൽ നിന്ന് പുറത്തായത് എന്നുള്ള ഒരു കാര്യം അറിയാനായി ഒരു മാർഗവുമില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം ഇക്കാര്യങ്ങൾ ആരൊക്കെയാണ് പുറത്തു പോയത് എന്നതടക്കം പ്രദർശിപ്പിക്കാൻ പറഞ്ഞിരുന്നു. ആ തരത്തിലുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കേരളത്തിലും കൊടുത്തിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും ഈ പുറത്തുപോയവരുടെ പട്ടിക കൃത്യമായി രേഖപ്പെടുത്തണം. മാത്രമല്ല, ഇന്ന് ഈ രേഖകൾ സമർപ്പിക്കാനുള്ള തീയതി അവസാനിക്കുകയായിരുന്നു. പലപ്പോഴും ആൾക്കാർക്ക് ഇത് പൂരിപ്പിക്കാൻ കൃത്യമായി അറിയില്ല, ചിലർക്ക് പിഴവ് വരുന്നു, കൃത്യമായി മാപ്പ് ചെയ്യാൻ പറ്റുന്നിരുന്നില്ല, മാതാപിതാക്കളുടെ പേരുകൾ പരസ്പരം ചേരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോഴും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല, കേരളത്തിൽ 24 ലക്ഷം വോട്ടർമാരാണ് ഈ കരട് പട്ടികയിൽ നിന്നും പുറത്തുപോയിരിക്കുന്നത്. അവർക്ക് ഈ പട്ടികയിലേക്ക് തിരികെ പ്രവേശിക്കാനുള്ള ഒരു അവസരം നൽകണം. അതിനുവേണ്ടി സമയം 1-2 ആഴ്ച നൽകിയാലും തെറ്റില്ല എന്ന് തന്നെയാണ് കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏതാണ് ഉചിതമായ സമയം എന്ന് തീരുമാനിച്ചുകൊണ്ട് 1-2 ആഴ്ചയോ നീട്ടിക്കൊടുക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി ഇന്ന് നിർദ്ദേശം നൽകുകയായിരുന്നു. ശരി.